ഞാൻ ഓൾറെഡി ബി.എഡ് കഴിഞ്ഞ ആളായിരുന്നു. ബി.എഡ് കഴിഞ്ഞ് പിന്നെ 12 ഇയേഴ്സ് ഗ്യാപ്പ്. എനിക്ക് എൻ്റെ ഞങ്ങൾ എബ്രോഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് 12 ഇയേഴ്സ് ബാക്കിലായിരുന്നു നിന്നിട്ടുണ്ട്. ഈ ഏറ്റവും കൂടുതൽ പഠനത്തെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഒരു കൂടെ കൂടാൻ കുറേ ഫ്രണ്ട്സിലെ കിട്ടി. പിന്നെ ഒരു ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പോലെ ഒരു ഫീല് വന്നു. നമ്മുടേതായ ഒരു ഫീല് വന്നു. നമുക്ക് വേണ്ടി 1 hour സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ലൈക്ക് പഠനമായാലും ഫ്രണ്ട്സ് എല്ലാവരും ജോയിൻ ചെയ്ത് ആരും തമ്മിൽ കണ്ട ആൾക്കാരല്ലെങ്കിലും എല്ലാവരും നല്ല നല്ല ജോളിയായിട്ട് എല്ലാവരും കൂട്ടുകൂടി പഠനങ്ങളൊക്കെ നല്ല രീതിയിലായിരുന്നു പോയത്. എൻ്റെ പേര് ഫെബില. ഞാൻ താമരശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ബാച്ച് നമ്പർ 23 ആണ്. അപ്പോ ലൈക്ക് എന്താ നമുക്ക് ഫീൽ ചെയ്ത് ലൈക്ക് ഇപ്പൊ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്? മൊമെന്റ് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ബി.എഡ് കഴിഞ്ഞ ആളായിരുന്നു. ബി.എഡ് കഴിഞ്ഞ് പിന്നെ 12 ഇയേഴ്സ് ഗ്യാപ്പ്. എനിക്ക് എൻ്റെ ഞങ്ങൾ എബ്രോഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് 12 ഇയേഴ്സ് ബാക്കിലായിരുന്നു നിന്നിട്ടുണ്ട്. അങ്ങനെ പിന്നീട് കുറച്ചു കാലം ഇങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നിന്ന സമയത്താണ് ഇന്റർവെല്ലിന്റെ ആടും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത്, പ്ലാറ്റ്ഫോമിലേക്ക്. അതെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പഠനത്തെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഒരു കൂടെ കൂടാൻ കുറേ ഫ്രണ്ട്സിലെ കിട്ടി. പിന്നെ ഒരു ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പോലെ ഒരു ഫീല് വന്നു. നമ്മുടേതായ ഒരു ഫീല് വന്നു. നമുക്ക് വേണ്ടി 1 hour സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ലൈക്ക് പഠനമായാലും ഫ്രണ്ട്സ് എല്ലാവരും ജോയിൻ ചെയ്ത് ആരും തമ്മിൽ കണ്ട ആൾക്കാരല്ലെങ്കിലും എല്ലാവരും നല്ല നല്ല ജോളിയായിട്ട് എല്ലാവരും കൂട്ടുകൂടി പഠനങ്ങളൊക്കെ നല്ല രീതിയിലായിരുന്നു പോയത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രാക്ടിക്കലിന്റെ മാം അടിപൊളിയായിരുന്നു. മാം ഞങ്ങളെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തു. സിയാറോ അതുകൊണ്ട് തന്നെ ലിൻഷ മാം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. 1 year എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ആയതെന്ന് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇന്റർവ്യൂ കാര്യങ്ങൾ ട്യൂട്ടറിങ് തുടങ്ങി. പിന്നെ ട്യൂട്ടിങ് തുടങ്ങിയപ്പം പിന്നെ കുറച്ചൊരു പിന്നെയും ഡിലേ വന്നു. ഇപ്പൊ പേഴ്സണലി അല്ലെന്നില്ല ഞങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാതെ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. സെർച്ച് ചെയ്ത് കുറച്ച് കുറെ നോക്കി പറഞ്ഞു. ലൈക്ക് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തു. എക്സ്പെക്ടേഷൻ ഉണ്ട്. സ്റ്റഡീസിലൊക്കെ കുഴപ്പമില്ലായിരുന്നു. നല്ല രീതിയിൽ മാർക്ക് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് അത് പാസ്സാവാൻ കഴിഞ്ഞത്. അപ്പം എല്ലാ പ്ലാറ്റ്ഫോമിലും എല്ലാ രീതിയിലും സപ്പോർട്ടിങ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ട്യൂട്ടറിങ് ഒന്ന് കുറച്ചൊന്ന് ഡിലേ ആയി എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒന്നും എനിക്കിത് സംഭവിച്ചിട്ടില്ല. ഓക്കെ. ആ ഒരു ജേർണി ഉണ്ടായിരുന്നു ഇവിടുന്ന് ജോയിൻ ചെയ്ത് ലൈക്ക് ഇതുവരെ എത്തി നിൽക്കുന്ന ഒരു ജേർണി ഒന്നും കുറെ സാക്രിഫൈസ് ഓൺലൈൻ അതെ, ഭയങ്കര സാക്രിഫൈസ്. വീട്ടിലെ ചുറ്റുപാടുകൾ കുറെ ഉണ്ടാവുമല്ലോ. അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടിയിട്ട് ഒരു ടൈം അത് മാറ്റി വെച്ച് നമ്മളെ ടൈമിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം ലാസ്റ്റ് പ്രാക്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. ആ ഒരു ടൈമിൽ ഞങ്ങളെ ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അത് അത്രയും ഫേസ് 1 കൂടെ തന്നെ എല്ലാം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞതൊക്കെ തന്നെ. പിന്നെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളൊരു ബാച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്ത് കാര്യം വന്നാൽ ഒറ്റ കെട്ടായി നിൽക്കും. അപ്പൊ നമ്മൾ നേരത്തെ കാണാത്ത ആൾക്കാർ പോലും നമ്മളൊരു ഒരു ഫാമിലി പോലെ അങ്ങനെ മൂവ് ചെയ്ത് പോയി. പിന്നീട് ഇപ്പം ആ ഒരു കൊളാബിപ്പയും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഫാമിലി എല്ലാരും വന്നിട്ടുണ്ടല്ലേ? ഫാമിലി എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല. മോൻ ഇവിടെ അല്ലേ ഉള്ളത്. അപ്പൊ വേറെ കസിൻസ് വന്നിട്ടുണ്ട്. ഓരോ മുന്നിൽ വെച്ച് അവാർഡ് വാങ്ങുമ്പോ സ്റ്റേജിൽ കയറുകയാണ്. അതെ, ബി.എഡിനോ ഡിഗ്രിക്കോ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നമ്മള് ഫാമിലി ഇഷ്യൂസുകൾ ഉണ്ടാവല്ലോ മാരേജ് കഴിഞ്ഞാല്. അപ്പൊ ഈ ഒരു മൊമെന്റിന് വേണ്ടിട്ട് ഇപ്പോ ഫാമിലി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അല്ലെ ഇപ്പൊ വരാൻ പറ്റില്ലായിരുന്നു. ശരിക്ക് ഈ ഒരു മൊമെന്റ് അച്ചീവ് ചെയ്യുന്നതിൽ